എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ദേശം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകര എന്ന് പറയുന്ന ദേശത്ത് തോട്ടത്തിൽ മഠം ഇല്ലത്ത് ജനിച്ചു വളർന്നു. അച്ഛൻ ശങ്കരൻ നമ്പൂതിരി, അമ്മ രാജമേന്തർജനം. അവരെ ഇളയപുത്രനായിട്ട് ജനിച്ചു വളർന്നു. അച്ഛൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അദ്ദേഹത്തിനോടൊത്ത് അന്ന് എനിക്ക് 5 വയസ്സേ ഉള്ളൂ. എന്നെ കൂടെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ ഈ ക്ഷേത്രമായിട്ടും ഈശ്വരനുമായിട്ടൊക്കെ ഒരു സ്നേഹമൊക്കെ അന്നുണ്ടായി. എൻ്റെ ഉപനയനമൊക്കെ കഴിഞ്ഞു. സന്ധ്യാവന്ദനാദി ഗായത്രി ജപമൊക്കെ ഞാൻ നടത്തുന്നതാണ്. അന്നേരം ഈ അച്ഛൻ മേശാന്തിയായിട്ട് ഇരിക്കുന്ന ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരു അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുണ്ട്. കൈപ്പോള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയും. അവിടെ പരിമണ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് അച്ഛൻ നടയടച്ചിട്ട് അവിടെ ചെന്നൊരു നിവേദ്യം നടത്തിയാണ് പതിവ്. അത് എല്ലാ ദിവസവും അങ്ങനെയാണ് നടന്നു വരുന്നത്. മണ്ഡലകാലമായപ്പം അവിടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയൊക്കെ ഒരു സമ്മർദ്ദം കൊണ്ട് അവർ പറഞ്ഞു, തിരുമനസിന് മകനെ രാവിലെ വൈകിട്ട് 1 മണിക്കൂർ ഇവിടെ നിർത്തണം. അവൻ പറയാൻ പൂജയൊന്നും പഠിച്ചിട്ടില്ല, അവൻ എന്താ അവിടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒന്നും പൂജയൊക്കെ അവിടെ തന്നെ ഒന്ന് ചെയ്താൽ മതി, കുഞ്ഞിവിടെ തന്നെ വിളക്ക് വെക്കട്ടെ, വിളക്ക് കത്തിച്ചാൽ മതി, വരുന്ന ഭക്തർക്കൊക്കെ പ്രസാദമൊക്കെ കൊടുക്കാനും ആരെങ്കിലും മാലയൊക്കെ കൊണ്ടുവന്നാൽ ഭഗവാനത്തൊക്കെ ഒന്ന് ചാർത്തണ്ടേ, അല്ലെങ്കിൽ അത് പടിയെ വെച്ചിട്ട് പോകും. ഇത് കൊണ്ടുവന്ന് അവരുടെ ചാർത്തി കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. തിരുവനന്തപുരം അച്ഛനെ സമ്മതിച്ചു. അങ്ങനെ തന്നെ അവർ അവിടെ എത്തിക്കും. അവിടെ 1 മണിക്കൂർ നിൽക്കും. വീണ്ടും എന്നെ വിടും. സ്കൂളിൽ പോകും. വീണ്ടും വൈകിട്ട് വരുന്നു. അങ്ങനെ മണ്ഡലകാലം അങ്ങനെ നടന്നു. ഞാനന്ന് പൂജയൊന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അച്ഛൻ ഞാൻ എന്താ അവിടെ പൂജിക്കുന്നത്? പറഞ്ഞു, മോൻ പൂജയൊന്നും കഴിക്കണ്ട, അതൊക്കെ അച്ഛൻ വന്ന് ചെയ്തോളാം. അവരവിടെ വിളക്കൊക്കെ കത്തിച്ച് അവിടെ ഭക്തർക്കൊക്കെ പ്രസാദമൊക്കെ കൊടുത്ത് മതിയെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തെ എന്തെങ്കിലും ഒന്ന് വിളിക്കണ്ടേ? വരുന്ന അയ്യപ്പന്മാരും ഭക്തരും ഒക്കെ ഒന്ന് സ്വാമിയെ ശരണമയ്യപ്പ. അങ്ങനെ ആ മന്ത്രം ഞാനും പഠിച്ചു. അങ്ങനെ എന്ത് ചെയ്താലും ആ ഭഗവാനോട് ഞാൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ചൊല്ലിക്കൊണ്ടാണ് വിളക്ക് എണ്ണ ഒഴിച്ചാലും തിരി കത്തിച്ചാലും ഒരു മാല ചാർത്തിയാലും ഒക്കെ ഞാൻ അങ്ങനെ തുടങ്ങും. നമുക്കറിയാം ആ തന്ത്രശാസ്ത്രത്തിലുള്ള മന്ത്രമൊന്നുമല്ല. അന്നേരം ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിലെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂജ കഴിക്കുന്നതിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ